ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബുക്കിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാജിക് ആയിട്ടാണ്. മാജിക് ചെയ്യാൻ വേണ്ടി വേറൊന്നുമല്ല, ഇതുപോലൊരു 5 രൂപയുടെ തൊട്ട് വെച്ചിട്ടാണ്, ജസ്റ്റ് ഒരു കോയിൻ വെച്ചിട്ടാണ് നമ്മളിത് മാജിക് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോയിൻ കണ്ടല്ലോ, മായല്ല മന്ത്രമല്ല, കറക്റ്റ് എക്സാക്ട് ഒരു 5 രൂപയുടെ കോയിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിനെ നമുക്ക് ഈ കയ്യിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് വാനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ കാണണമെന്നുണ്ടോ? ഒന്നും കൂടെ കാണാം. എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരുന്നുള്ള എല്ലാവരും. അപ്പോൾ നമുക്കിതിനെ ഈ കയ്യിലോട്ട് നമുക്ക് പതുക്കെ മാറ്റാം. വാനിഷ് ആയിരിക്കുകയാണ്. വളരെ ഈസി അല്ലേ? കാണുമ്പോൾ അടിപൊളിയല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടി വരും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കല്ലേ, വാ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാജിക് ട്രിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവ് നിന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് സാധാ തുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുട്ട് വെച്ചിട്ട് ആദ്യം നമുക്ക് വേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഇതുപോലൊരു തുട്ട് വേണം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ഇതുപോലെ ഒരു ഹൂഡീസ്, ഒരു ഫുൾ കൈ ഷർട്ടായാലും കുഴപ്പമില്ല, കുറച്ചുകൂടെ ലൂസായിരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, ആദ്യം കോയിൻ എടുക്കുക. എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ വേണം പിടിക്കാൻ. ഇതിൻ്റെ ഇങ്ങനെ ആയിരിക്കണം ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെയൊന്നും പിടിക്കരുത്. ഇങ്ങനെയൊന്നും പിടിച്ചാൽ നമുക്ക് ഈ ട്രിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ തമ്പും ഈ വിരലും കൊണ്ട് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ കൈ ഇങ്ങനെ മുന്നോട്ട് നീട്ടി വയ്ക്കുക. ഈ കയ്യിലോട്ട് എടുക്കണ പോലെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലോട്ട് ഇടുകയല്ല ചെയ്യണം, പകരം ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനെ എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ച് ഇതിനുള്ളിലോട്ട് വയ്ക്കുമ്പോൾ ഞാൻ ശരിക്കും ഇത് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. എന്നിട്ട് 2 പ്രാവശ്യം ഇതാക്കുമ്പോൾ ചെറുതായി ഒന്ന് ഇറങ്ങിക്കോളും. അതിന് ശേഷം ലാസ്റ്റ് ക്ലാപ്പിൽ അത് ഉള്ളിലോട്ട് കയറിക്കോളും, ഇല്ലെങ്കിൽ ഇവിടെയെങ്കിലും തട്ടി നിന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ട്രിക്ക്. ഇതാണ് നമ്മൾ ചെയ്യണത് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ മുന്നിലുള്ളവർക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്നും കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ ഈ കയ്യിലെടുത്തു, ഇതിനുള്ളിലോട്ട് വെക്കുന്ന പോലെ ചെയ്തു. പക്ഷേ ഇവിടെ വെക്കില്ല, നമ്മൾ പകരം ഇതിനെടുത്ത് ഇങ്ങോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. 2 പ്രാവശ്യം ഇങ്ങനെ ആക്കി ഉള്ളിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് കയറിക്കോളും. അപ്പോൾ ഈ ട്രിക്ക് 1-2 പ്രാവശ്യം ചെയ്താലൊന്നും കിട്ടില്ല, പല പ്രാവശ്യം ചെയ്യണം. ഒരു എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ പല പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം മാത്രം ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പാളിപ്പോവും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനതിങ്ങനെ എടുക്കുന്നു, കയ്യിൽ വയ്ക്കുന്നു. നമ്മൾ പക്ഷേ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വയ്ക്കും, വാനിഷായി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. അതിനുശേഷം വേണമെങ്കിൽ നമുക്കിങ്ങനെ കയ്യൊക്കെ ഒന്ന് കയറ്റി കൊടുക്കാം. അവർ കാണില്ല, കാരണം ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ട് നമുക്ക് അറിയും. അപ്പോൾ അതുകൊണ്ട് കയറ്റി കൊടുക്കുക. പിന്നെ അല്ലാതെ ഫ്രണ്ട്സ് അറിയാതെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും വീട്ടിൽ എന്തായാലും പരീക്ഷിക്കുക. അതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാണിക്കുക, വലിയ ആളാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് തുരിതരി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ക്യാമറാമാൻ ശ്രീനാഥിനൊപ്പം ഇറ്റ്സ് മീ ടാറ്റ.